നമസ്കാരം. സത്യത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാട്ടുന്നത്? നിയമസഭ പാസാക്കിയ ബില്ലുകൾ താമസിപ്പിക്കുന്നതിന്റെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് മഹാൻ. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ വിവിധ വകുപ്പുകളുടെ ലംഘനവുമാണെന്നാണ് ബുദ്ധികെട്ടവനെ പോലെ പിണറായി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവും പിണറായി സഖാവ് ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് സത്യത്തിൽ വിടുകയായിരുന്നു. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ, വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ, ക്ഷീര നവീകരണ ബിൽ എന്നിവയ്ക്ക് അനുമതി വൈകിപ്പിക്കുന്നു എന്നാണ് പിണറായി സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന പരാതി. ഗവർണർ അയച്ച ബില്ലുകളിൽ ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു. കാരണം കാണിക്കാതെ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇങ്ങനെ തുടങ്ങി പിണറായി ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ നിരവധിയാണ്. ഗവർണറുടെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന്റെ രാഷ്ട്രപതിക്കെതിരെ തിരിയുക എന്നത് രാഷ്ട്രത്തിനെതിരാവുക എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജിഹാദി ശക്തികളുടെ കൂടുതൽ പിന്തുണ കിട്ടിയേക്കുമെന്ന CPM കണക്കുകൂട്ടലാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ജിഹാദി തന്ത്രം. ഭാരതം ഒരു രാഷ്ട്രമല്ലെന്നും 16 രാഷ്ട്രങ്ങളാണെന്നും ഇന്നും വിശ്വസിക്കുന്ന പിണറായി വിജയന്റെ പൊട്ടബുദ്ധിയും ഇടത് പാർട്ടി നയങ്ങളും അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഭാരതത്തെ തുണ്ടം തുണ്ടമാക്കുമെന്നുള്ള ജിഹാദി ശക്തികളുടെ ഭീഷണിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഇതിനു പിന്നിലെ തന്ത്രം. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാകുമ്പോഴും ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM എന്നാണ് ഇത് തെളിയിക്കുന്നത്. CPM സർക്കാരിന്റെ നയവും ഇത് തന്നെയാണ്. രാജ്യത്തെ പൊതു നിയമങ്ങൾ സ്വീകരിക്കാതെയും അംഗീകരിക്കാതെയും കേരളം വേറിട്ടതാണെന്നുള്ള പിണറായി സർക്കാരിന്റെ സമീപനം വിഘടനവാദപരമാണ്. ഇതിനു മുമ്പ് തന്നെ പല വിഷയങ്ങളിലും പിണറായി സർക്കാർ എടുത്ത നിലപാടുകൾ ഇക്കാര്യം വ്യക്തവുമാണ്. രാജ്യത്തിനെതിരെ നിയമസഭ പാസാക്കിയ പല പ്രമേയങ്ങളും ഇതിന് തെളിവാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ്. ഇത് ദേശവിരുദ്ധമായ ഈ മനോഭാവവും പ്രവണതയുമാണ്. ഇത്തരക്കാരെ അധികാര കസേരകളിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. തൂക്കിയെടുത്ത് വെളിയിലിറക്കേണ്ട കാലം കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ മനോഭാവം ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന് തന്നെയാണ്. രാഷ്ട്രപതിക്കെതിരായ CPMന്റെയും സർക്കാരിന്റെയും നീക്കത്തിന്റെയും ലക്ഷ്യവും ഇത് തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായ സമരത്തിലിറങ്ങിയവരിൽ ബഹുഭൂരിപക്ഷവും ഇടത് ജിഹാദി ശക്തികൾ തന്നെയായിരുന്നു. ഘട്ടം ഘട്ടമായി NIA പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ തന്നെ ഇതിന് തെളിവുകളാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഈ ജിഹാദി കൂട്ടുകെട്ട് രാജ്യത്തിനെതിരെ ഉപയോഗപ്പെടുത്തുകയാണ്. രാജ്യത്തെ പൊതു നിയമങ്ങൾ സ്വീകരിക്കാനും അംഗീകരിക്കാനും കൂട്ടാക്കാതെ കേരളം മറ്റൊരു രാജ്യമെന്ന മൂഢസ്വപ്നം കാണുകയാണ് പിണറായി വിജയൻ. ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനം ഇതിനു മുമ്പും പലപ്പോഴും വെളിപ്പെട്ടിട്ടുള്ളതാണ്. രാജ്യത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയങ്ങൾ ഇതിനെല്ലാം ഉദാഹരണങ്ങളാണ്. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നതും ഇതിന്റെ ഭാഗമായാണ്. അധികാരപ്രമത്തരായ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല രാജ്യത്തിന്റെ ഭരണഘടനയും വ്യവസ്ഥകളും. ജനാധിപത്യവും നിയമവാഴ്ചയും നിലവിലില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭരണ സംവിധാനം ഒന്നടങ്കം അവിടുത്തെ ഏകാധിപതികളുടെ താളത്തിനൊത്തു തുള്ളും. കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഉത്തര കൊറിയയിലുമൊക്കെ ലോകം നേരിൽ കാണുന്നത് അതാണ്. അതിന്റെ ദുരന്തം തിരിച്ചറിയാതെ ആവേശം കൊള്ളുന്നവർ ജനങ്ങളെ ഉൾപ്പെടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ചരിത്രമാണുള്ളത്. ചൈനയും ഉത്തര കൊറിയയും പോലെ അധികാരം നേടാൻ മാത്രം ഭരണഘടനയും നിയമത്തെയും തിരഞ്ഞെടുപ്പിനുമൊക്കെ അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തി തലയിൽ ചുമക്കുന്നവരാണിവർ. പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നടപടികളെ ചോദ്യം ചെയ്തു വരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരായി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടാളികളും നടത്തുന്ന കുപ്രചാരണത്തിന്റെയും അക്രമ സമരത്തിന്റെയും തുടർച്ചയാണ് രാഷ്ട്രപതിക്കെതിരായ പരാതിയും എന്ന് കരുതണം. ഭാരത റിപ്പബ്ലിക്കിന്റെ പരമാധികാരിയാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതിനു മുതിരുന്നവർ റിപ്പബ്ലിക്കിന്റെ സംവിധാനത്തെയാണ് സത്യത്തിൽ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വസ്തുതയാണ്.
അതിനനുസരിച്ചാണ് കഴിഞ്ഞ 70 വർഷത്തിലേറെയായി ഓരോ രാഷ്ട്രപതിയും രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നത്. ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കുക എന്നതാണ് രാഷ്ട്രപതിക്കെതിരായ പിണറായി സർക്കാരിനെയും നീക്കത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ നടന്ന സമരത്തിൽ ഇടത് ജിഹാദി ശക്തികൾ ഒറ്റക്കെട്ടായിരുന്നു എന്നത് ഇതിനെടുത്തു പറയാവുന്ന ഉദാഹരണമാണ്. ഈ കൂട്ടുകെട്ട് വെച്ച് പൊറുപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ സാരഥിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന രാഷ്ട്രപതിക്കെതിരെ നീതിപീഠത്തെ സമീപിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ അഖണ്ഡതയുടെ ശത്രുവാണ്. രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ മുഖമാണ്. നന്ദി.